ഹലോ മാം, ഇപ്പം ഞാനൊരു ടെല്ലിങ്ക് പറഞ്ഞിട്ട് സപ്ലയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ ലെഡ്ജർ ഫിക്സ്ഡ് അസറ്റിൻ്റെ അണ്ടറിലൊരു ലെഡ്ജർ ആദ്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ ലെഡ്ജറിൽ ആഡ് ചെയ്യുക. അത് ഞാൻ എക്സാമ്പിളായിട്ട് ഫിക്സ്ഡ് അസറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു പേരിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ അണ്ടർ കൊടുക്കേണ്ടത് ഫിക്സ്ഡ് അസറ്റാണ് കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ ലെഡ്ജർ ആഡ് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഒരു ജേണൽ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. ട്രാൻസാക്ഷനിൽ വൗച്ചേഴ്സിന് ജേണൽ എടുക്കുക. ഇതിൽ ജേണൽ കൊടുത്ത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആ ഫിക്സ്ഡ് അസറ്റിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത ആ ലെഡ്ജർ സെലക്ട് ആക്കി കൊടുക്കുക. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആ ഒരു സപ്ലയറെ ലെഡ്ജർ. ഓക്കെ, ടെല്ലിങ്ക് ആണ് സപ്ലയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് ഞാനൊരു 1000 ആണ് ആ ഒരു ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് സബ്മിറ്റ് ചെയ്തു. കറൻ്റ്ലി ആ ഒരു സപ്ലയർ ലെഡ്ജറിൽ ബാലൻസ് വരൽ 1000 ഉള്ളതുകൊണ്ട് കൊടുക്കാനായിട്ട് കാണിക്കും. ഇത് നമ്മൾ സെറ്റിൽ അതിന് ചെയ്യേണ്ടത് വെച്ചാൽ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ട്രാൻസാക്ഷനിൽ വൗച്ചേഴ്സ് എടുക്കുക, പേയ്മെൻറ്റ് എടുക്കുക. പേയ്മെൻറ്റിൽ ഇൻവോയ്സ് ടു പേയ്മെൻറ്റ് എടുക്കുക, ആഡിന് കൊടുത്ത് നമ്മൾ ആ സപ്ലയർ ലെഡ്ജർ അവിടെ സെലക്ട് ആക്കി കൊടുക്കുക, ടെല്ലിങ്ക്. ഓക്കെ, അപ്പോൾ സപ്ലയർ വാലറ്റിൽ മൈനസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് വെച്ചാൽ ബൈ എമൗണ്ട് കൊടുത്തതിന് ശേഷം അഡ്വാൻസ് ടിക്ക് ചെയ്യുക. ഞാൻ ഈ കംപ്ലീറ്റ് എമൗണ്ട് കൊടുക്കില്ല. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ടൊരു 500 കൊടുക്കുന്നത്. 500 കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ 500 കൊടുത്ത് ഇവിടെ ബാലൻസിൽ കണ്ടില്ല, വാലറ്റിൽ -500 വന്നു. അതായത് 500 കുറഞ്ഞ് ബാക്കി 500 വന്നു. സബ്മിറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ടൈപ്പ് നമ്മൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക, ബാങ്ക് ഉണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുക, എന്നതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എത്ര ചെയ്താൽ മതി. ഇനി നമ്മളൊരു സപ്ലയർ ലെഡ്ജർ നോക്കുന്ന ടൈമിൽ കണ്ടോ 500 ബാലൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ജേണൽ പോസ്റ്റ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തി ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഓക്കെ, ബാലൻസ് 500. ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു ജേണൽ പോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ.